നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരെ ഒരാളെയും ചതിച്ചും പറ്റിച്ചും ജീവിച്ചിട്ടില്ല. എല്ലായിടത്തും വിശ്വസ്തനായിരുന്നു മാധവൻ. ഇപ്പോ അതും പോയി. അച്ഛാ, ആരെങ്കിലും വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു വെച്ച് അച്ഛൻ കള്ളനാവില്ല. അങ്ങനെ അച്ഛൻ ഒരിക്കലും കരുതുകയും വേണ്ട. അയാൾ അച്ഛന്റെ കൂട്ടുകാരനായോണ്ടാ, അല്ലെങ്കിൽ അച്ഛനെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് അയാൾ പോയില്ലായിരുന്നു. വേണ്ട, സോമൻ എന്റെ മനസ്സറിയുന്ന കൂട്ടുകാരനാ. ഞാൻ തളരുമ്പോ താങ്ങായി നിന്നിട്ടുള്ളവനാ. എന്നുവെച്ച് എന്ത് വിളിച്ചു പറയാന്നാണോ? മാധവേട്ട, അയാള് പറഞ്ഞത് സത്യം. എന്നുവെച്ചാ സോമൻ കള്ളം പറയില്ല മോളെ. കഷ്ടം, ഇങ്ങനൊരു മനസ്സായി പോയതുകൊണ്ടാ അച്ഛൻ ഈ പടിയിൽ ഇങ്ങനെ തളർന്നിരിക്കുന്നത്. മോളെ, സോമൻ എന്റെ നല്ല കാലത്ത് കൂട്ടുകൂടാൻ വന്നവനല്ല. ചേറിൽ കളിച്ചും ചോറ്റുപാത്രത്തിൽ കൈയിട്ടും എന്റെ കൂടെ വളർന്നവനാ. അവനൊരിക്കലും ഒന്നിനു വേണ്ടിയും കള്ളം പറയില്ല. കണ്ടില്ലേ, മാധവേട്ടന് കൂട്ടുകാരന്റെ മനസ്സറിയാം, കള്ളം പറയില്ലെന്ന്. പക്ഷെ ആ കൂട്ടുകാരന് ഈ കൂട്ടുകാരൻ ആരെയും ചതിക്കില്ലെന്നറിയില്ല. മാധവൻ നായരെന്ന കൂട്ടുകാരനെ അയാൾക്കറിയില്ല. ചന്ദ്രു, മാധവേട്ട, അർഹതപ്പെടാത്തതൊന്നും അറിയിക്കാത്തവനാ മാധവേട്ടൻ. പണമില്ലാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന പല സമയത്തും കോവിലകത്തെ സ്വത്തിന്റെ കാര്യം ഞാൻ മാധവേട്ടനോട് പറഞ്ഞത്. അന്നൊന്നും കേട്ട മട്ടുപോലും കാണിക്കാത്ത മാധവേട്ടൻ ഈ 15 ലക്ഷം രൂപയ്ക്ക് ഒരിക്കലും ഇല്ല. അമ്മേ, എന്തോ നടന്നിട്ടുണ്ട്. അമ്മ ആ പണം വെച്ച സ്ഥലത്ത് ഒന്നുകൂടെ നോക്കാം. വാ അമ്മേ. വാ അമ്മേ. പിടിക്കേ. അമ്മ എന്തായി? ഇവിടെ വെച്ചിരുന്ന പൈസയൊന്നും കാണുന്നില്ല മോളെ. എന്തായാലും നമുക്ക് പോലീസിനെ അറിയിക്കാം. അയ്യോ ഏട്ടാ, എന്താ പറ്റിയേ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. കട്ടിലിൽ നിന്ന് വീണിട്ട് തലയിടിച്ച് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിലോ? ഡോക്ടർ, ഞാൻ വളരെ മോശം പ്രവൃത്തിയാ നിങ്ങൾ കാണിച്ചത്. ഈ സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റിനെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധുക്കളെയോ ഹോം നേഴ്സിനെയോ ഏർപ്പാടാക്കി കൂടായിരുന്നോ? ഇത് തികച്ചും ഇറസ്പോൺസിബിലിറ്റി ആയി പോയി. ഡോക്ടറെ, വർഷയെ കുറ്റപ്പെടുത്തണ്ട. അവള് പാവ. ഞാനാ വീട്ടുകാരൊക്കെ കണ്ടിട്ട് വാന്ന് പറഞ്ഞ് നിർബന്ധിച്ചയച്ചത്. വിക്രം, നിങ്ങൾ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഈ അപകടത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടാ നിങ്ങൾ ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കുന്നത്. ഡോക്ടർ, അത് വിക്രം, ഇത് കുട്ടിക്കളിയല്ല. വീഴ്ചയുടെ ഷോക്കില് നിങ്ങൾക്കൊരു പക്ഷേ മൊബൈൽ എടുക്കാനോ ആരെയും വിളിക്കാനോ പറ്റിയില്ലായിരുന്നെങ്കിൽ ഈ 2-3 മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കോമ സ്റ്റേജിലേക്ക് പോവുമായിരുന്നു. ഡോക്ടറെ, മതി. ഇനി എന്റെ വർഷം കുറ്റപ്പെടുത്തരുത്. മുറിവിലുള്ള വേദനയേക്കാൾ അതെന്നെ വേദനിപ്പിക്കും.
പ്ലീസ്. ഹാ ശരി, ഞാനിനി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇനിയെങ്കിലും ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുക. തൽക്കാലം ഇപ്പോ 2-3 ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സ് എഴുതിയിട്ടുണ്ട്. വീഴ്ച മുഖത്തിന്റെ മുൻഭാഗം ഇടിച്ചായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. എന്നാ ഞാൻ ഇറങ്ങുന്നു. ശരി. ഏട്ടാ സോറി. സുമേ, ഒന്ന് വേഗം പാടി, സമയമായി. പെടുന്നോ പെടുന്നോ. ഇന്ന് 12 പരിപാടികളാണ്. ഇലക്ഷൻ ആയാലും കണക്ക് തന്നെ, ഇലക്ഷൻ കഴിഞ്ഞാലും കണക്ക് തന്നെ. മക്കളെ എവിടെയെങ്കിലും എത്തിച്ചിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ. വനിതാ സീറ്റില് നിന്റെ പേരും വന്നതാ. പിന്നെ നിനക്കിതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നു. നീ ജയിച്ചു മന്ത്രി എങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്തേനെ. അയ്യോ, എനിക്ക് വയ്യേ. അടുക്കള ഭരണം തന്നെ എന്നെ കൊണ്ട് നേരെ ചുവേ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ. അങ്ങനെയുള്ള ഒരാളാ ഇനിയിപ്പൊ നാട് ഭരിക്കാൻ പോകുന്നത്. ആഹാ, ദേ ഹരിതമോള. മോളെ, ആ അമ്മേ. അച്ഛൻ ഇറങ്ങിയിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. സുഖാണോ മോളെ നിനക്ക്? സുഖം അമ്മേ. വന്ദനേച്ചി എന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കിപ്പോഴും ഒരു കുറവുമില്ല. നന്നായിരിക്കട്ടെ മോളെ. മോളുടെ വായിന്ന് ഇത് കേട്ടപ്പോ തന്നെ സന്തോഷായി.